ഒരു സബ്ജക്റ്റ് 1 മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് പെട്ടെന്ന് റിവൈസ് ചെയ്യുക? 2-3 ടൂൾസ് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറച്ച് പഠിച്ചവർക്കാണെങ്കിൽ നോട്ടൊക്കെ ഉണ്ടാകാൻ സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്കൊന്ന് 8ാം ക്ലാസ്സിൽ എന്തായിരുന്നു, എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, മാത്സ് ടീച്ചർ. ആ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ ഒരു പേജിൽ, ഒരു മൊത്തം പേജ് ഇങ്ങനെ 3ആയിട്ട് മടക്കിയിട്ട്, 3 2 എനിക്ക് ഓർമ്മയില്ല, മടക്കിയിട്ട് അതിൽ മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇപ്പം 2 മടക്കി കഴിഞ്ഞാൽ 4 സൈഡ് കിട്ടുമല്ലോ. ഇങ്ങനെ 4 സൈഡായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ആ ചാപ്റ്റർ മുഴുവനായിട്ട് എഴുതുക. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. മാത്സിലേക്കാണ് ഫോർമുല മാത്രം എഴുതിയാൽ മതി. അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പ് ഈ സാധനം ഇങ്ങനെ റിവൈസ് ചെയ്യാം. പക്ഷേ റിവൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്റ്റീവ്ലി റിവൈസ് ചെയ്യണം. അതായത് അതിങ്ങനെ വെറുതെ വായിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ സോഷ്യലാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതെങ്കിൽ ഓരോന്നിനും ഹെഡിങ് കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കാൻ അടിയിൽ എന്തായിരുന്നു, ഇന്ന റെവല്യൂഷൻ്റെ 5 പോയിൻ്റ് എന്തായിരുന്നു, അത് വായിക്കരുത്. നിങ്ങൾ ആലോചിച്ചിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും പോയിൻറ്റ്സ് മിസ്സായെങ്കിൽ ആ രീതിയിൽ റിവൈസ് ചെയ്തേ കാര്യമുള്ളൂ. വെറുതെ അതിങ്ങനെ വീണ്ടും വായിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മാത്സിൻ്റെ ആണെങ്കിലും ഫോർമുല ആണെങ്കിലും ഫസ്റ്റ് ഫോർമുലയുടെ ഹെഡിങ് അവിടെ പൊത്തിപ്പിടിക്കുക. എന്നിട്ട് ആലോചിക്കുക എന്തായിരുന്നു ഫോർമുല, വേണം എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ രീതിയിൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സമയമൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓൾറെഡി ഉള്ള നോട്ട്സ് ഇല്ലേ, അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പെട്ടിയിലാക്കി വെക്കുക. എന്നിട്ട് അതാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് എന്ന് വിചാരിക്കുക. ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മണിക്കൂറിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഈ 1 മണിക്കൂർ പരിപാടി ചിലപ്പോൾ 1 മണിക്കൂർ പോലും എടുക്കില്ല, ഒരു 30 മിനിറ്റ്. ആദ്യം ചെയ്യുമ്പോൾ 1 മണിക്കൂർ എടുക്കും, രണ്ടാമത് ചെയ്യുമ്പോൾ 30 മിനിറ്റ് ആയിരിക്കും എടുക്കുക. ഇത് നിങ്ങൾ മിനിമം എക്സാമിന് മുമ്പ് ഒരു 2 to 3 ടൈംസ് 2 to 3 ടൈംസ് നിങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യമെങ്കിലും ചെയ്യുക. രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 1 പ്രാവശ്യം കൂടി ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്താൽ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷയിൽ മറക്കാൻ പോകുന്നില്ല. ഇത് ഗ്യാരണ്ടീഡാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, 1 പ്രാവശ്യം 3 മണിക്കൂർ എടുത്തില്ല റിവൈസ് ചെയ്യാൻ പോകുന്നത്, 3 പ്രാവശ്യം 1 മണിക്കൂറിൻ്റെ ആയിരിക്കും റിവൈസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് പരീക്ഷാ ദിവസങ്ങളിൽ ഡെപ്തിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എത്രത്തോളം ഡീപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ പഠിക്കാം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കാം, നിങ്ങൾ പരീക്ഷയുടെ തലേന്ന് അതല്ല ചെയ്യേണ്ടത്. പിന്നെ അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു. പരീക്ഷ ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കവർ ചെയ്യുക, ബ്രെഡ്ത്ത് കവർ ചെയ്യുക, മാക്സിമം സാധനങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. സമയം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ള നോട്ട്സിൽ ഇതാക്കാം. ഇനി ഞാൻ നോട്ട് പോലും ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാക്കി അതിങ്ങനെ 2-3 പ്രാവശ്യം റിവൈസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോയിക്കോ. വേറെ ലെവൽ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അത്രേ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.